അർജുൻ അയാങ്കി ആണല്ലോ ഇപ്പം എല്ലായിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ചാനലുകളിലൊക്കെ അതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അർജുൻ അയാങ്കിയുടെ അറസ്റ്റ് ആയിരുന്നു പ്രധാന ചർച്ചാ വിഷയം. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊരു കാര്യമാണ്. അപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ അർജുൻ അയാങ്കിയുടെ ഭാര്യ അർജുനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നായിരുന്നു. പക്ഷെ ആരും അന്ന് അത് വലിയ കാര്യമാക്കിയില്ല. അപ്പോ ഇന്ന് ഈ അറസ്റ്റ് നടന്നതോടുകൂടി അർജുന്റെ അറസ്റ്റ് നടന്നതോടുകൂടി നമ്മൾ ആ ഒരു കാര്യം എല്ലാവരും ഇപ്പം അർജുന്റെ ഭാര്യ പറഞ്ഞിരുന്ന ആ ഒരു കാര്യം ഇപ്പൊ ചർച്ചയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരിയുടെ വെളിപ്പെടുത്തലാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അന്ന് ഈ പുള്ളിക്കാരി തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എക്സ്ട്രീം ടോർച്ചറിംഗ് ആണ് ഈ അർജുൻ അയാങ്കിയുടെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അമല പാർവതി എന്നെങ്ങാണ്ടാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി പറയുന്ന ഒന്നാമത്തെ കാര്യം അർജുന്റെ നിർബന്ധപ്രകാരം പുള്ളിക്കാരി അബോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ സൗന്ദര്യം കുറഞ്ഞു എന്ന പേരിൽ ഒരുപാട് ടോർച്ചറിങ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് ആ പെൺകുട്ടിയെ ഇയാള് കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് അർജുൻ അയാങ്കി ആരാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുവാണ് ഇപ്പൊ അറസ്റ്റ് നടന്നെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് അർജുൻ അയാങ്കിയുടെ ഭാര്യയുടെ ലൈവിലേക്ക് കടക്കാം. അപ്പോ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇയാള് അർജുൻ അയാങ്കി എന്ന് പറയുന്ന പുള്ളിക്കാരൻ CPM പാർട്ടിയുടെ ഗുണ്ടയായിരുന്നു. പാർട്ടി ഗുണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. പാർട്ടിക്ക് വേണ്ടി കുത്താനും ചാവാനും നടക്കുന്ന ഒരാൾ. ഇയാൾ ഒരുപാട് നെറുകേട് കാണിച്ചപ്പോൾ പാർട്ടി എന്ത് ചെയ്തു, ഇയാളെ നൈസായിട്ട് ഒഴിവാക്കി. അത് പിന്നെ സ്വാഭാവികം, പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്നവർക്ക് ഇതായിരിക്കും ലാസ്റ്റ് അവസാനം കിട്ടുക. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അർജുന്റെ ഉള്ളിൽ പാർട്ടിയോടുള്ള ഇഷ്ടം എപ്പോഴും ഉണ്ടായിരുന്നു. പാർട്ടി പുറത്താക്കിയതോടെ ഇയാൾക്ക് ജീവിക്കണമല്ലോ. ഇത്രയും നാളും പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഫണ്ട് കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി കള്ളക്കടത്തും മറ്റു പരിപാടികളും ഒക്കെ പുള്ളിക്കാരൻ ചെയ്യാൻ തുടങ്ങി. പണ്ട് പിന്നെ അർജുൻ ചെയ്ത തെറ്റുകളുടെയൊക്കെ പരിണിത ഫലം ഇയാളും അനുഭവിക്കാൻ തുടങ്ങി. ഗുണ്ടായിസൊക്കെ അവസാനിപ്പിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നന്നാവാമെന്ന് പുള്ളിക്കാരൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ അർജുന് ഒരു ഫോൺ കോൾ വരുന്നത്. ഉടനെ തന്നെ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സംഘടിത ഗൂഢാലോചന കുറ്റത്തിന് പോലീസ് കേസെടുത്തു. അങ്ങനെ നന്നാവാൻ ശ്രമിച്ച അർജുന് ഇങ്ങനെ ഒരു കേസ് വന്നതോടുകൂടി അർജുൻ വെറുതെ ഇരുന്നില്ല. അങ്ങനെ ഫേസ്ബുക്കില് തനിക്കെതിരെ കേസ് എടുത്ത ആ ഒരു പോലീസുകാരനെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു. എന്തായാലും ഇപ്പൊ നിലവിൽ ആള് പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. അങ്ങനെ പുള്ളിക്കാരൻ കാര്യങ്ങൾ വിശദീകരിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കും. ഇത് തുടക്കം മാത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പോസ്റ്റിനകത്തുണ്ട്. സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് ഒന്ന് ജോളിയാക്കിയതിന്റെ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലിട്ടു. അതിനാണ് അർജുനെതിരെയും കൂട്ടർക്കെതിരെയും ഒരു സംഘടിത ഗൂഢാലോചന എന്നുള്ള രീതിയിൽ പോലീസ് കേസെടുത്തത്. 1-2 ദിവസം ജയിലിലിടുകയും ചെയ്തു. ഇതിന്റെ ദേഷ്യം തീർക്കാനാണ് ആഭ്യന്തരമന്ത്രിയായ ചെന്നിത്തലയെ തെറിവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടത്. അതാണ് അർജുൻ ഇപ്പൊ വിനയായിട്ട് മാറിയത്. അതിൽ ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചത്. ഞാനത് ചുരുക്കി പറഞ്ഞതാണ്. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും ഇനി അടുത്തത് ഈ അർജുന്റെ ഭാര്യയ്ക്ക് പറയാനുള്ള എന്താണെന്നൊന്ന് കേട്ടു നോക്കാം. അമല. അപ്പോ ഞാനിപ്പോ ഈ ലൈവ് വന്നേക്കുന്നത് ആക്ച്വലി ഞാനിപ്പോ ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ മീൻസ് പോലീസുകാരന്നെ ഒരു ഈ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള ഒരു വീട്ടിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഇന്ന് രാത്രിയിലത്തേക്ക്. അപ്പോൾ ഞാനൊരു റിലേഷൻഷിപ്പിലായിട്ട് കല്യാണം കഴിച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ 2019 ഓഗസ്റ്റിലാണ് അർജുൻ അയാങ്കി എന്ന് പറയുന്ന വ്യക്തിയെ പരിചയപ്പെടുന്നതും കല്യാണത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവുന്നത്. അത് കഴിഞ്ഞ് ഒരു 10 മാസത്തോളം കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞ് 2021 ഏപ്രിൽ 8-നാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു 2020 ജൂണിൽ പുള്ളിക്കാരൻ എന്നെ കണ്ണൂരേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ ഒന്നിച്ച് ഒരു 3-4 മാസം ഒരു വീട്ടിൽ താമസിക്കുകയും അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു 2021 ഏപ്രിൽ 8-ന്. അപ്പൊ ഇതിന്റെ ഇടയിൽ പുള്ളിയുടെ കൂടെ ഞാൻ താമസിക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പോ 1.5 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം പുള്ളി നിർബന്ധിച്ച് എന്നെ അബോർഷൻ ചെയ്യിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 2021 ഏപ്രിൽ 8-ന് കല്യാണം കഴിച്ചു. പക്ഷെ അർജുന്റെ നിർബന്ധപ്രകാരം അത് പുള്ളിക്കാരി അബോർട്ട് ചെയ്തു കളഞ്ഞു. അതിനുശേഷം 2021-ലാണ് ഇവർ വിവാഹിതരാകുന്നത്. ഇത്രയുമാണ് ഇതുവരെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ഇതിനു ശേഷമാണ് തനിക്ക് നേരിടേണ്ടി വന്ന എക്സ്ട്രീം ടോർച്ചറിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരി പറയുന്നത്. ഞാൻ കരുതിയിരുന്നത് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്, ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇയാളുടെ റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് ഈ പുള്ളിയുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. ഇയാളുടെ കയ്യിലുള്ള മുഴുവൻ ഇയാൾക്ക് ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കുന്നത്, ഇയാളുടെ വണ്ടിയുടെ ലോൺ വരെ ഞാൻ അടച്ചിട്ടുണ്ട്. ഇയാളുടെ ചെവി കുത്തുന്ന ഹെഡ്സെറ്റ് വരെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മ എനിക്ക് ചിലവ് തരുന്ന പൈസ. ഒരു സഹതാപം എന്ന ഫാമിലി ഒന്നുമല്ല, വളരെ അന്തസ്സായിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. ബോർഡിങ്ങിനൊക്കെ പഠിച്ചു. ഒരു ബുദ്ധിമുട്ട് ഞാൻ ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു. എന്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്കൊരു ചേച്ചിയുണ്ട്. ഫാമിലി എല്ലാവരും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞങ്ങൾ കല്യാണം റിലേഷൻഷിപ്പിൽ പുള്ളി ഞങ്ങൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടു. പൊളിറ്റിക്കലി പുള്ളിയുടെ പേര് എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് എന്റെ ഒരു സുഹൃത്ത് പഠിക്കാൻ വേണ്ടി പുറത്തു പോയ സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക്
എന്താ പറയാ, ഞാൻ ഇമോഷണലി വീക്കായിരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരനായിട്ട് റിലേഷൻഷിപ്പ് ആണ്. പലതവണ ഈ പുള്ളിക്കാരനെ ഞാൻ ക്യാഷ് കൊടുത്തു, ഫിനാൻഷ്യലൊക്കെ ഹെൽപ്പ് ചെയ്തത്. ഈ പുള്ളിക്കാരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഇവൻ കാശിന് വേണ്ടിയിട്ടാണ് നിന്നോട് സ്നേഹം കാണിക്കുന്നത്. പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല, ഇന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ സിൻസിയറായിട്ട് തന്നെയാണ് പുള്ളിയോട് നിന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു 3 മാസം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് ശാരീരികമായിട്ട് എന്നെ ദേഷ്യം വന്നാൽ ഞാൻ ഉപദ്രവിക്കുന്ന ആളാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നതാരും വിശ്വസിക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം പുള്ളി ഫേസ്ബുക്കിൽ എന്നെ മോശപ്പെടുത്തിക്കൊണ്ട് പോസ്റ്ററുകൾ ഇടാറുണ്ട്. ഞാൻ എന്തോ ഭയങ്കര ഭീകര ജീവിയാണെന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വഴി ന്യൂസ് വഴിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇയാളുടെ കേസ് വന്ന സമയത്ത് എന്നെ മാത്രമാണ് എല്ലാവരും ടോർച്ചർ ചെയ്തത്. യൂട്യൂബിലൊക്കെ എന്നെപ്പറ്റി വരുന്ന കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റാതെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മളെ പറ്റി എല്ലാവരും മോശമായിട്ട് പറയുന്നതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ അടുത്ത് 2 ദിവസം എന്റെ ചോദ്യം ചെയ്യാൻ വേണ്ടി 1 ദിവസം എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് പറയാം, അത്രയും അവരൊന്നും മോശമായിട്ട് പറഞ്ഞിട്ട് പോലും ഒരു തവണ പോലും ഞാൻ ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ ഇയാളോട് നല്ല സ്നേഹത്തോടെ നിന്നിട്ടുള്ളൂ. ഇയാൾക്ക് കേസ് വന്നപ്പോഴാണെങ്കിലും ജാമ്യം എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും ഞാൻ ഇയാളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു രീതിയിൽ ഞാൻ ഒരിക്കൽ കൂടി ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല, ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല. എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പം ഇനി പൊളിറ്റിക്കലി ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണെന്നല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആകുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കലി എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുമെങ്കിൽ ഞാനൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ആളായിരിക്കണമെന്നില്ല. ഇയാൾ ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നും ഇയാൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും പലതവണ എന്നോട് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞത്. അല്ലാതെ പുള്ളിക്കാരൻ പൊളിറ്റിക്കലി വലിയ സംഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു കമന്റ് കണ്ടോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 2ാം തവണ ഈ പുള്ളിക്കാരൻ കേസ് വന്നു. അതിനിടയിലൊക്കെ പലതവണ ഇയാൾ ആദ്യ തവണ ചെയ്തിരുന്ന സമയത്ത് ഇയാളുടെ വീട്ടിൽ എനിക്ക് നല്ല ടോർച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഇയാളോട് പരാതി പറയുമ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് നിന്നോട് സ്നേഹം കൊണ്ടും എല്ലാവർക്കും മോശം മാനസികാവസ്ഥ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 2ാമത്തെ തവണ ഞങ്ങൾ തമ്മിൽ ഇയാൾക്ക് കേസായി. ഇയാൾ ഓഗസ്റ്റ് 27-നാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 27-ാം തീയതി ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അതിനുശേഷം ഇയാളെ ഞാൻ മഞ്ചേരി ജയിലിൽ പോയി ആഴ്ചയിൽ 2 ദിവസം കാണുകയും എല്ലാ കാര്യങ്ങളും കേസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാനാണ്. വക്കീലിനെ വെച്ച് ജാമ്യം എടുത്തത് ഞാനാണ്. എല്ലാം പോലീസ് സ്റ്റേഷൻ ചെറുപ്പം തെളിയാ പറയുന്നത്. ഞാൻ ഒന്നും ചെയ്യാതെ അതിനോട് ഇയാളുടെ ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ ഇയാളോട് ജയിലിൽ കിടന്നത്. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ പോലീസ് സ്റ്റേഷൻ കോടതി കണ്ടിട്ടില്ലാണ്. എന്നാൽ പിന്നെ ക്രിമിനൽസിനെ കുറിച്ച് ജഡ്ജിയും വക്കീലന്മാരുടെ കസ്റ്റഡിയിൽ എത്തിയാൽ പോലെ ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്തിട്ട് പോലീസിന് കോടതി ഒന്നും ഇവിടെ വേണ്ടല്ലോ. അവരെ ഏറ്റവും കൂടുതൽ കോടതി പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുള്ളവർ. അപ്പൊ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഇയാളുടെ കേസ് 2 മാസത്തോളം നീണ്ടുനിന്നു. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ആ സമയത്ത് ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പരാതി പോലും പറയാം. ഒരു വീട്ടിൽ ആരും വന്നിട്ടില്ല, ഒരു തവണ പോലും വന്നിട്ടില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇയാളോട് പോലും എനിക്ക് മടുത്തു എന്ന് പോലും എനിക്ക് വയ്യെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഇടയിൽ ഒരിക്കൽ രാവിലെ ഞാൻ പോരുന്ന വഴിക്ക് ഇയാളുടെ അനിയന്റെ ബൈക്കിൽ നിന്ന് ഞാൻ ആക്സിഡന്റ് ആയി വീണു. വണ്ടിയിൽ തെറിച്ച് വീണു. എന്റെ തലയൊക്കെ പോയിടിച്ച് എനിക്ക് എന്റെ ഡ്രസ്സ് കൈയൊക്കെ മുറിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചത് വണ്ടിക്കൊന്നും പറ്റിയില്ല. എനിക്ക് പറ്റിയൊന്നുമില്ല, ആ അനിയൻ ഓക്കെ അല്ലേ, വണ്ടി ഓക്കെ അല്ലേ, അന്ന് എന്റെ കയ്യിൽ ചോര ഇരുന്ന് പോലും എന്നോട് ഹോസ്പിറ്റലിൽ പോകും ഒന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് കല്യാണം കഴിഞ്ഞതോടെ ആക്ച്വലി അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ലൈവൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ തരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ആക്ച്വലി ഞാൻ എന്നിട്ട് ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം, അത് ഒരു ഒക്ടോബർ 28-നാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്, രാത്രിയായി. അപ്പൊ ഇതേ സമയത്ത് നമ്മൾ എടുത്തു പറയുന്നത് ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കും. ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ സുഹൃത്തിന്റെ ഭാര്യമാരെ, ഇയാളുടെ കൂടെ ജയിലിൽ കിടന്ന 2 സുഹൃത്തിന്റെ ഭാര്യമാരെ പറ്റി ഞാൻ അന്വേഷിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ആ പെൺകുട്ടിയെ ഞാൻ ഇടയ്ക്ക് പോയി കാണുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞാനായിരുന്നു. അത്യാവശ്യം എല്ലാം ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്ന ഞാനായിരുന്നു. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ ജയിലിൽ ഇറങ്ങി. ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളെല്ലാവരും ജയിലിൽ ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ കിടന്നു തുടങ്ങി. നവംബർ 10-ാം തീയതി വരെ എന്ന് വെച്ചാൽ 10, 12, 13 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയിൽ 10-ാം തീയതി രാത്രി ഈ പുള്ളിക്കാരൻ വീട്ടിൽ പോയി. അപ്പൊ 10-ാം തീയതി രാത്രി എനിക്ക് ഒരിക്കലും ഇതൊന്നും ഒരു പബ്ലിക് സ്പേസിൽ പറയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇനി ഞാൻ ചിലപ്പോൾ ഞാൻ സർവൈവ് ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യായിരിക്കും. പക്ഷെ അതിന് പൂർണ്ണമായിട്ടുള്ള കാരണക്കാരൻ അർജുൻ ആയിയാണെന്ന് ഞാൻ പറയില്ല, അർജുൻ ആയിയുടെ വീട്ടുകാരാണെന്ന് ഞാൻ പറയും. കാരണം എന്റെ ഹസ്ബൻഡിനെ എന്നെ തമ്മിൽ തെറ്റിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആൾ അർജുൻ ആയിയുടെ ബ്രദറും അർജുൻ ആയിയുടെ അമ്മയുമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും. ഇപ്പൊ എന്റെ കയ്യിലെടുക്കുന്ന കാര്യം 2ാമത് എടുത്തുന്ന കാര്യം. ആദ്യത്തെ കാര്യം ഇയാൾ ഊരിയെടുത്തു. അത് മിക്കമാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. ഞാൻ ഒരാളോട് ഇമോഷണലി അറ്റാച്ച്മെന്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഇമോഷണലി ഞാൻ വീക്കാണെന്ന് അറിയാമായിരുന്നിട്ടും എന്നോട് റിലേഷൻഷിപ്പാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇയാളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പലവട്ടം വന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ്, കോളേജിലെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ ക്യാഷുള്ള ആളായതുകൊണ്ടല്ല, എന്റെ കയ്യിൽ പിച്ച കാശ് വേണമെങ്കിൽ പറയാം. കാരണം എന്റെ അമ്മ എനിക്ക് ഇട്ട് വരുന്ന ചെറിയ പോക്കറ്റ് മണി, എന്റെ കയ്യിൽ കാണുന്ന ചെറിയ സ്വർണ്ണം, അതൊക്കെ വിറ്റിട്ടും പണയം വെച്ചിട്ടും ചിലവിന് കിട്ടിയ പൈസയൊക്കെ ഞാൻ ഇയാൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് ആ സമയം ഇമോഷണലി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരിക്കലും എന്നെ വിട്ടു പോകരുതെന്നുള്ള ഇമോഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. ഇത് കാണുന്ന കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും നീ ആണ് ഇതൊക്കെ വരുത്തി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമായി, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിനുകൂടി ഇയാളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എന്റെ മുന്നിൽ നല്ല വെളുത്ത് സുന്ദരി പെണ്ണിനെ കിട്ടുമെന്ന് അച്ഛൻ എപ്പോഴും പറയും.
എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ടോർച്ചർ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കൂട്ടാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു കോഴിക്കോട് ലിസ ക്ലിനിക്കിൽ. കാരണം ട്രീറ്റ്മെന്റ് എന്താ എടുക്കുമെന്ന് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് വെളുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അച്ഛനോട് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളത്രയും കളർ നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 10-ാം തീയതി ആ പ്രശ്നം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുപോയി ഞാൻ വണ്ടി കയറി ഇയാളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. രാത്രി ഇയാളുടെ വീട്ടിലേക്ക് പോയി എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇയാളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയി. രാവിലെ ആൾ വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞു അമ്മ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അയ്യേട്ടനെ ഒന്നാമത് തോറ്റ് നിൽക്കുക, നീ ഏട്ടനെ തോപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ കൂടെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു സ്ത്രീ സ്നേഹത്തിന് വേണ്ടി എത്രത്തോളം താഴാവും അതിനേക്കാൾ താഴേക്ക് ഞാൻ പോയി. എനിക്ക് അത്രയ്ക്ക് ഇപ്പം എനിക്ക് അയാളോട് സ്നേഹമാണ്. ഇപ്പം അയാൾ എപ്പോഴും പറയുന്നത് എന്നെ ഇത്രയും കുറ്റം പറയുന്നത് നിനക്ക് എങ്ങനെയാണ് എന്നോട് സ്നേഹം പറയുന്നത്. എനിക്കറിയില്ല, നമുക്ക് എല്ലാ മനുഷ്യരും അല്ല ഒരു 50% ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അപ്പൊ അയാളും അയാളുടെ കുടുംബവും ഇവളെ നല്ല രീതിയിൽ ദ്രോഹിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് പുള്ളിക്കാരന്റെ കൂടെ തന്നെ നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അങ്ങനെ ലാസ്റ്റ് അവള് തിരിച്ചറിയുകയാണ് തന്റെ ഭർത്താവിന് വേറൊരുത്തിയുമായിട്ട് അവിഹിതം ഉണ്ടെന്ന്. അങ്ങനെ പുള്ളിക്കാരി അർജുനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അർജുന്റെ അവിഹിതം പൊക്കിയതോടുകൂടി ഈ ഭാര്യ നേരെ ചെന്ന് അർജുന്റെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞത് അവന് കഴിവുണ്ടെന്ന്. അവന് കഴിവും സാമർത്ഥ്യം ഉള്ളത് കൊണ്ട് പെൺപിള്ളേര് വീഴും, അതിന് നിനക്കെന്താ? ഈ രീതിയിലാണ് അമ്മായിയമ്മ മറുപടി കൊടുത്തത്. നല്ല ബെസ്റ്റ് അമ്മായിയമ്മ. എന്തായാലും അത് എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കാം. കറക്റ്റായിട്ട് ആ പേര് അങ്ങനെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ സിനിമയും ജീവിതമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനല്ലാതെ എന്റെ ലൈഫ് കാരണം കറക്റ്റ് നമുക്കൊരു പ്രശ്നം വന്ന് നമ്മുടെ മുന്നിൽ വീക്കായി നമ്മളിങ്ങനെ ചർച്ച കഴിഞ്ഞാൽ ആ ഫേസ് പുറത്ത് കാട്ടി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഭ്രാന്താണ്. ഈ പുള്ളിക്കാരൻ ഈ അഫയർ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞു. ഞാൻ പിടിച്ചു കഴിഞ്ഞില്ല, അത് അമ്മയോട് ഞാൻ പറഞ്ഞമ്മേ നിങ്ങളുടെ മോനെ അതല്ല നിങ്ങളുടെ മോനെ ഒരു ബന്ധമുണ്ട്, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് എന്നോട് പറയാം, ഇത് നീ എന്നോടാണ് പറയുന്നത്, ഞാൻ എന്റെ അമ്മയോട് പറയണം, അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആണെന്നോട് പറയണം. എനിക്ക് ഏറ്റവും സേഫ് ആയിട്ട് വരുന്ന സ്പേസിൽ. അപ്പൊ അത് അമ്മ പറഞ്ഞിട്ടുണ്ട് അവരുടെ മോനെ സൗന്ദര്യം കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ അവര് വിചാരിച്ചിരുന്നത്. അത് അവരുടെ ഫാമിലി ഇഷ്യൂസ്, അതൊന്നും ഞാൻ ഇടപെടില്ല. അമ്മമാർക്ക് ആർക്ക് സൗന്ദര്യം കഴിവുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവര് മുന്നിൽ കിട്ടും. അത് ഇന്നലെ അവരെന്ന് പറഞ്ഞു എനിക്ക് ഇനി ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. നിങ്ങൾക്ക് സംശയം ഞാനൊക്കെ ലൈവായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സംബന്ധിച്ച് കള്ളമായിട്ട് ആവശ്യമില്ല. പോലീസ് എന്താ പോലീസായിട്ട് കണ്ടെത്താവുന്ന എന്താ പോലീസ് തിരി പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു മുന്നിൽ വെച്ചാൽ എനിക്ക് ഇനിയും ബന്ധങ്ങളുണ്ട്, ഞാൻ ഇനിയും പോകും, എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, എനിക്ക് റിലേഷൻഷിപ്പ് കിട്ടും, എനിക്ക് അതിനുള്ള കഴിവും പ്രാപ്തി ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. ഇവനെയൊക്കെ ഉണ്ടല്ലോ തെങ്ങിൽ കെട്ടിയിട്ടാണ് അടിക്കണം. ഇങ്ങനെ ഭാര്യ പിടിച്ചിട്ട് ഞാൻ ഇനിയും റിലേഷൻഷിപ്പിന് പോകുന്നു പറയുന്നവൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇവനെ പോലുള്ള ക്രിമിനൽസിനെയൊക്കെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവനെ പോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും അവിഹിതത്തിന് പോകുന്നത്, തോന്നിയാസം കാണിക്കുന്നത്. സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ താനേ ഈ പരിപാടിയെല്ലാം ഇവൻ നിർത്തും. സപ്പോർട്ട് ചെയ്യാതെ ഫേസ്ബുക്കിൽ കിടക്കല്ലേ ഫാൻസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ലേഖനേശം നാണമില്ലെന്ന് ചോദിക്കുന്നു. ഇയാളുടെ പോസ്റ്റിൽ കാണുന്ന കുറെ പെണ്ണുകൾ കുറെ ആളുകൾ എല്ലാവരും കമ്പനി സപ്പോർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും ഡെവലപ്ഷൻ ബോധമില്ലേ, നിങ്ങളൊന്നും സൊസൈറ്റിയിൽ തന്നെ ജീവിക്കുന്നത്. ഇതുപോലെ ക്രിമിനൽസ് എന്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള കുട്ടികളുടെ ലൈഫ് സ്കൂളിലായിട്ട് പോകുന്നത്. അപ്പോ അതുപോലെ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇയാൾ മാറി വരുന്നു. അപ്പോ അങ്ങനെ അന്ന് എന്റെ വീട്ടിൽ പ്രശ്നമായി. എന്നെ തിരിച്ചു വിളിച്ചു, ഞങ്ങളുടെ അങ്ങനെ സംസാരിച്ചു. അപ്പൊ തിരിച്ചു വന്നിട്ട് എന്റെ മുടിക്ക് കുട്ടികൾ ചില വലിച്ച് കൊണ്ടുവന്നു പുറത്തേക്ക് പറഞ്ഞു ചടങ്ങിനെ പറഞ്ഞിട്ട് കോംപ്രമൈസ് ആണെന്ന് ആ സമയത്ത് എന്റെ അമ്മയെ കുറെ പേര് പറഞ്ഞു. എന്റെ അമ്മ തിരിച്ചു വരുവാണെന്ന് ഞാൻ പറയും. പക്ഷെ ഒരു പെൺകുട്ടിയെ വളർത്തി പഠിപ്പിച്ച് അതിനുശേഷം ആ പെൺകുട്ടി ഓരോരുത്തരും കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞു. എന്റെ വീട്ടിൽ പോലീസ് ഞാൻ കഴിഞ്ഞ വെച്ച് ഇന്ത്യയോട് പോലീസ് എന്റെ വീട്ടിൽ മുഴുവൻ അടിച്ചു നോക്കി എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്ത് ഭാവം മനുഷ്യനാണ് എല്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുകയാണ്. അതിന് വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് പോയപ്പോഴേക്കും ആരും ഇങ്ങനെ മോശത്തിൽ ഒഴിവാക്കും ഇയാളെ വേദനിപ്പിക്കുന്ന ഒഴിവാക്കും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു പരാതി ആരും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്നെ അന്ന് എന്നെ ഇങ്ങനെ അങ്ങനെ ഒന്ന് വിളിച്ചപ്പോൾ അതിനുള്ള വാക്ക് മോനെ നിന്റെ മോക്ക് പ്രാന്തായി, നീ ഇതിന്റെ മോളെ പോയി ചാടി അങ്ങനെയൊക്കെ എന്നെ അമ്മേനെ പറഞ്ഞു. അപ്പോ അങ്ങനെ എന്തിനോ അങ്ങനെ പറഞ്ഞു. അമ്മ ഭയങ്കര ദുഃഖമായി. അമ്മ അങ്ങോട്ടും തരുന്നത് അമ്മ തരുന്നതാണ് വേറെ വിഷയം. അത് ഇയാൾ പറഞ്ഞിട്ടില്ല, നമ്മുടെ മാറ്റിലേക്ക് പഠിക്കും. പിന്നെ അവർ പറഞ്ഞാൽ പിന്നെ അവരുടെ മകളാണ് അനുഭവിക്കുന്നത്. അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും. കാരണം അവർ എന്താ 2 മാസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ അയക്കും. അതാണ് സ്ഥാപനം അത് വേണ്ട ഇത് വേണ്ട ഓരോരുത്തരും ചോദിക്കും എന്താ വേണ്ട ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കും. ഇന്നലെ ഞാൻ അറിയിച്ച സമയത്തിന് ഏറ്റവും കൂടുതൽ വേദന ചക്കൻ വേദന സംസാരിക്കുന്നു. ഓരോ സംസാരിക്കാൻ ആ ചക്കന് വയലിൽ പറഞ്ഞു. ഞാനിങ്ങനെ വിചാരിച്ചു ഞാനായിരിക്കും സമയത്ത് സ്വന്തം എങ്ങനെ പോയി അവരുടെ ഭക്ഷണ കാര്യം എല്ലാ കാര്യങ്ങളും കോളേജ് നിൽക്കുന്ന സമയത്ത് ആവശ്യത്തിന് പൈസ കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്. ആ ചെക്കൻ പോലും ഇത്രയും വലിയ ക്രിമിനൽസിനെ പോലെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ചെക്കനോട് ചോദിച്ചില്ല എന്നെ 20 വയസ്സിന്റെ ചെക്കനോട് ഭയങ്കരമായിട്ട് വൈകുന്നതാണ്. അപ്പം അതുപോലെ അതാണ് അപ്പൊ ഞാൻ ഒരുപാട് ബിഹേവ് ചെയ്ത് പറ്റും. അതൊന്നും തെറ്റല്ല. അങ്ങനെ
ഞാൻ ആ ഗുളിക ഞാൻ ഫ്രണ്ട്സിലൊക്കെ ദിവസം ആ ഡോക്ടറിലേക്ക് ഗുളിക ഞാൻ 10 കഴിച്ചതായിരിക്കും. അപ്പൊ ഞാൻ 40 ഒന്നിച്ച് കഴിച്ചു. കഴിച്ചിട്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക്. അപ്പൊ എന്റെ ഫ്രണ്ട് കൂടെ ഞാൻ വിളിച്ചു തുടങ്ങുന്നു. കുറച്ച് നേരം സംസാരിച്ചു. ഇവർക്ക് ടെൻഷനായി. എനിക്ക് പെട്ടെന്ന് എന്റെ ടാബ്ലറ്റ്സ് എടുത്ത് നോക്കാൻ പറഞ്ഞു. ടാബ്ലറ്റ്സ് എടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഷെയ്ഡിങ് കിടക്കുന്നു. അപ്പൊ ഇവര് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ടാബ്ലറ്റ്സ് ഒന്നും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ വിളിച്ചു ഇയാൾ ഫോൺ എടുത്തില്ല. ആ സമയത്ത് ഒടുവിൽ പോലീസുകാർ വന്നിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് ഇയാൾ വന്നതാ. ഞങ്ങൾ ഇനിയും റിലേഷൻഷിപ്പ് ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഹിന്ദു മാരേജ് ഗുരുവായൂർ നടക്കുന്ന കല്യാണം കഴിച്ചു. ഞങ്ങളുടെ കേസിൽ കുടുംബത്തിലല്ല എന്നെ കുറിച്ച് പോലീസ് കൊണ്ടുപോയി എനിക്ക് ടോർച്ചർ ചെയ്തു. എന്റെ വീട്ടിലും പോലീസ് ചെയ്തു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ അനുഭവിച്ച് ഇയാളുടെ കൂടെ നിന്ന് ഉദാഹരണ തള്ളി പറയാക്ക എന്നെ ഇയാൾ പറയും ലിവിംഗ് ഞാൻ പോലീസ് ആരെങ്കിലും ഇതൊക്കെ നിൽക്കുമെന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ അയാൾ വന്നില്ല കിട്ടാൻ അങ്ങനെ എന്റെ നാട്ടിലുള്ള പാർട്ടിക്കാര് കോളേജിലെ ഞങ്ങളുടെ ലഫർ ലോ കോളേജിൽ ചെയർമാനും അതുപോലെ ബന്ധപ്പെട്ട പാർട്ടിക്കാരൊക്കെ വന്നിട്ടാണ് എന്നെ ഹോസ്റ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഇത് ദിവസം എങ്ങോട്ടും അറിയാതെ ഞാൻ ഹോസ്റ്റലിൽ ഇറങ്ങി എന്റെ ഫ്രണ്ട് എവിടെയെങ്കിലും ഉപയോഗം സേഫ് ആക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇറക്കി എനിക്ക് എന്നെ വിളിച്ചിട്ട് വന്നു. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒന്നും സംസാരിക്കാൻ ഹോട്ടലിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഇയാൾ പോയി, ഇയാൾ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇയാൾ നമ്മൾ സംസാരിച്ചു. ഭയങ്കര സ്നേഹത്തിലെ പോകുമ്പോൾ നമുക്ക് ആദ്യം കണ്ണിലേക്ക് പോവാം, എന്നിട്ട് പ്രണവിന്റെ വീട്ടിലെ പ്രോസസ് നോക്കി ഒറ്റ പ്രണവിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. പ്രണവിന്റെ വീട്ടിൽ നിർത്തി. ഞാൻ ആ സമയത്ത് ഭയങ്കര ഭക്തി നമുക്ക് ഫീൽ ചെയ്തു. ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആർട്ടിസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അയാളുടെ വീട്ടിൽ 2 ദിവസം വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത് വീട്ടിലേക്ക് വിശ്വസിച്ചു. പക്ഷെ വീട്ടിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഇയാളുടെ അമ്മ എന്നെ മാക്സിമം തോന്നിയിട്ട് അവസാനം എന്റെ വീടിനറിയാം എന്റെ സത്യസന്ധത നിങ്ങളുടെ അമ്മ പറയും. ഞാൻ വീട്ടിലേക്ക് ശരിക്കും വന്നിട്ടുണ്ടല്ലോ, ഒന്ന് ചാട്ടവാറില്ല സ്ത്രീ. അതാണ് അപ്പൊ സോറി, ലൈവിൽ എന്തോ പ്രശ്നം വന്നിട്ട് പോയതാണ്. അത് ആക്ച്വലി ഞാനിപ്പോൾ വന്നത് എനിക്ക് എന്ത് സംഭവിച്ചാലും എന്ന് വെച്ചാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അർജുനായിരിക്കും സുഹൃത്തുക്കൾക്കും അയാളുടെ വീട്ടുകാർക്കും ആയിരിക്കും. ഞാനൊരു വളർത്തുന്ന സ്റ്റേഷനിലാണുള്ളത്. എന്നെ ഇവിടുന്ന് വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഈ മാതൃഭൂമിയിൽ ന്യൂസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞാൻ പേടിയൊന്നുമില്ല, എങ്കിലും ടെൻഷൻ അടിച്ചിട്ടാണുള്ളത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു. ശരിക്കും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കും ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ പുള്ളിക്ക് മുമ്പൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പുള്ളി ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ പറയാ, ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു കാര്യം ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് കാണിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം മാക്സിമം ഞാൻ ടോക്സിക് ആണെന്ന് ഞാൻ അയാളെ ഭയങ്കര ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോസ്റ്റ് ഇടുന്നുണ്ട്. മറ്റുള്ളവരോട് പറയുന്നതെല്ലാം പോലെ 2 തവണ ഞാൻ അബോർഷൻ ചെയ്തു വരുന്നത് എനിക്ക് ഭ്രാന്തായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു എന്നാണ് ഇയാൾ എല്ലാവരോടും പറയുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇയാളെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, ഇയാളുടെ സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞതാണ്. ഇങ്ങനെയാണ് അർജുൻ പറയുന്നത്. എനിക്ക് ഭ്രാന്താണ് എങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ ഞാൻ വയറ്റിൽ വെച്ച് കൊണ്ടുവരാനുള്ള ധൈര്യം കാണിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് ഭ്രാന്തായി പോയാൽ ഇത് അത്രയും വലിയ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അപ്പോൾ ഞാനിപ്പോൾ വളർത്തുന്ന സ്റ്റേഷനിൽ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് മുന്നോട്ട് സർവൈവ് ചെയ്യണം. എൻ്റെ അമ്മയും വീട്ടുകാരെ അപമാനിച്ച് ഇൻസൾട്ട് ചെയ്ത് ഇറങ്ങിയ ഒന്നാളാണ് ഞാൻ. ഒരു നല്ല ആളുടെ കൂടെയാണ് ഇറങ്ങിയാൽ എനിക്ക് പ്രശ്നമില്ല. വീട്ടിൽ ഒരു പോലീസ് കേസ്, എൻ്റെ വീട്ടിൽ പോലീസ് കയറി, എൻ്റെ അമ്മയുടെ പാസ്പോർട്ട് എടുത്ത് അതിൻ്റെ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയും കുറേ ഫേസ് ചെയ്തു. പോലീസായി ഞാൻ കുറ്റം പറയില്ല, അവർക്ക് അവരുടെ പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടായി. എന്നിട്ട് കൂടി എൻ്റെ അമ്മ ഇപ്പോഴല്ല ആ സമയത്തൊന്നും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറയാൻ കാരണം ഇത്രയും അനുഭവിച്ചുകൊണ്ട് സ്റ്റഡിയും ഡ്രോപ്പായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ കോമ്പൻസേഷൻ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇറക്കാം. ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ള എനിക്ക് ചെലവിനുള്ള പൈസ 1000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഇടാമെന്ന് പറയാം. ഇപ്പോൾ എനിക്ക് പോകാൻ കൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ല. എനിക്ക് എൻ്റെ അമ്മയുടെ വാങ്ങാൻ വേണ്ടി ചോദിച്ചാൽ തരും. പക്ഷേ ഇത്രയും ഞാൻ ആ സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇനി ഞാൻ അവരുടെ നിന്ന് പൈസ വാങ്ങുന്നത് മോശമാണ്. അതുകൊണ്ട് ഞാൻ ഈ പുള്ളിക്കാരനോട് വളർത്തുന്ന കേസ് വിളിച്ച് സംസാരിച്ചപ്പോൾ 1000 രൂപ തരാം പോകാനുള്ളതെന്നാണ് പറഞ്ഞത്. ബാക്കി തരാനാണ് സമ്മതിച്ചിരിക്കുന്നത്. തന്നല്ലേ പറ്റും. കാരണം നമ്മൾ എല്ലാം അങ്ങ് വേണ്ടെന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ കുറെ അനുഭവിച്ച് കസ്റ്റംസ് എൻ്റെ വീട്ടിൽ കയറി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് പോലും ഞാൻ ആരെയും ടോർച്ചർ ചെയ്യാനോ ആരെയും ഉപദ്രവിക്കാനോ ആർക്കെതിരെ തെളിവ് കൊടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. കഴിവില്ലാഞ്ഞിട്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ ആയിരുന്നില്ല. ഭർത്താവിനുള്ള പരിഗണന വെച്ചുകൊണ്ട് കൂടിയായിരിക്കാം. ഇപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിന്റെ കൂടെ ഇന്നലെ അയാൾ ഇൻസ്റ്റയിലിട്ട പോസ്റ്റും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. പ്രണയം മറക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചു. ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് പറ്റിച്ച് ഞാൻ ഇയാളോട് റിലേഷൻ ഉള്ള സമയത്ത് എൻ്റെ സ്വർണ്ണം വിറ്റുവരെ ഞാൻ ഇയാളുടെ വണ്ടിയുടെ ലോൺ അടയ്ക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ഹെഡ്സെറ്റ് വാങ്ങാൻ ഹെഡ്സെറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുക ചെയ്തു. എന്നെ കാണാൻ എറണാകുളത്ത് വന്നിട്ട് പോകുമ്പോൾ 2000 നോട്ട് എണ്ണി നോക്കാതെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അർജുനായി എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എൻ്റെ അടുത്ത് പലതവണ ഒരു തവണ ഇവരുടെ മാമന്റെ തലയിൽ ബക്കറ്റ് വീഴുന്നു പറഞ്ഞ് എന്നെ വിളിച്ചു. 20,000 രൂപ സ്പോട്ടിൽ കൊടുത്തു. ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം എത്ര രൂപ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പൈസയുള്ള ആളായിട്ടൊന്നും അല്ല. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ അമ്മ എനിക്ക് ചെലവിന് വരുന്ന പൈസ മുഴുവൻ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് കൂടെ പ്രണയമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയത്. അല്ലാതെ ഇവൻ പഴയ കാമുകി ഇപ്പോഴും പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇവന്റെ കൂടെ 3 വർഷം ജീവിച്ചത്. 3 വർഷം ഇവന്റെ ടോക്സിക് ആയിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, ഫിസിക്കൽ ഹരാസ്മെന്റ്, മെന്റൽ ഹരാസ്മെന്റ്, ഇമോഷണലി എന്നെ തളർത്തി കളയുക, എന്റെ വിദ്യാഭ്യാസം പോലും നിർത്തിവെക്കുക, അങ്ങനെ എന്നെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാവോ അങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്തിട്ട് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൂട്ടിയിട്ടിട്ട് ഇവർ എന്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്നിട്ട് സുഹൃത്തിന്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട് അത് എടുത്ത് പറയണത്. അപ്പം അങ്ങനെ എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൂട്ടിയിട്ടു. അത്രയും ചെയ്തിട്ട് ഇന്നലെ രാത്രി വരെ എനിക്ക് എന്റെ അജുവേട്ടനെ വേണം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഒരു തവണ ഇയാൾക്കെതിരെ എവിടെയും ഞാൻ പരാതി കൊടുത്തില്ല. ഇപ്പൊ കൂടി ഞാൻ അയാൾ വന്നത് പരാതി കൊടുക്കാൻ വന്നതല്ല ഞാൻ.
ഞാൻ പരാതി കൊടുക്കാൻ വന്നതല്ല സാർ. എനിക്ക് എന്റെ ചെലവിന് എനിക്ക് പൈസ എനിക്ക് എന്റെ അമ്മയോട് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് അതിന് സാറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. ആ പുള്ളിക്കാരൻ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് ഞാൻ ആ ഫോട്ടോയും കൂടെ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 3 വർഷം അവൻ എന്റെ കൂടെ ജീവിച്ച് അവന്റെ എല്ലാ സെക്ഷൻ ഇനി വൈകൃതങ്ങളും അവൻ എന്റെ അടുത്ത് തീർത്ത് എന്നെ മാക്സിമം ടോർച്ചർ ചെയ്ത് എന്റെ കല്യാണ ഫോട്ടോ വേണ്ടി ഇപ്പോഴത്തെ മുഖം കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്രത്തോളം ദുരിതം ആ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടെന്ന്. അവന്റെ അമ്മയിൽ നിന്നും ഏട്ടനിൽ നിന്നും ആ അനിയനൊക്കെ പാവമാണെന്ന് ഞാൻ കരുതുന്നത്. ആ ചെക്കന് വായും തിന്നലെ വന്ന് വർത്താനം എടുക്കാൻ ഏറ്റവും കൂടുതൽ സങ്കടം വന്നത്. അങ്ങനെ എല്ലാവരും നിന്നും ടോക്സിക് അനുഭവിച്ചിട്ടും അവൻ ഇപ്പോഴും ആ പെൺകുട്ടിയായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അവന്റെ കൂടെ ജീവിക്കുമ്പോഴും അവന്റെ കയ്യിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൻ എന്തായിട്ടാണ് എന്നെ കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ആ ഫോട്ടോ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയക്കുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ അർജുനെങ്കിൽ പാവമാണ്, ഞങ്ങളുടെ സഖാവാണ് എന്ന് പറയുന്നവർക്ക് മനസ്സിലാവും എന്താണ് ഇതിന്. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാനൊരു സൂയിസൈഡ് പോലും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഇയാൾ മാത്രമായിരിക്കും ഉത്തരവാദി. ഇയാളുടെ കുടുംബവും ഇയാളുടെ സുഹൃത്തുക്കളുടെ പേര് ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ആ ലൈവിൽ പെട്ടവർ ഇയാളുടെ ഫാമിലി ആയിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാളൊന്നും എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും. കാരണം അത്രയും ഭീഷണി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോ ഭർത്താവിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. പക്ഷെ അർജുന്റെ ഭാര്യ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും അർജുന്റെ ഭാര്യ അവന്റെ കൂടെ തന്നെ നിന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ അർജുന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയുന്നത് വരെ അവൾ അവന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവനെ ഒഴിവാക്കി. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് എല്ലാം കൊണ്ടും തകർന്നു പോയി. അങ്ങനെയാണ് ഈ ഒരു ബന്ധം വേണ്ടെന്ന് അവള് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.